തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അന്തരിച്ച മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ശ്രീ ഹരിനാരായണന്റെ വേർപാടിൽ സഹപാഠികളുടെയും സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും ആദരാഞ്ജലികൾ. പ്രധാന വാർത്തകൾ. ന്യൂസ് 2201 ആവേശകരമായ തുടക്കം. 2018 മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാന വർഷം. കലാകായിക മത്സരങ്ങളിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ. സ്കൂളിന്റെ തനത് പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ ഏജൻസികളുടെ അംഗീകാരം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2018-19 ഭാഗമായി സ്കൂൾ പശ്ചാത്തല സൗകര്യത്തിനായി സ്കൂളിന് 1 കോടി രൂപ. കൃഷി വിജ്ഞാന നേതൃത്വത്തിൽ വളർത്തിയെടുത്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ്. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം. വാർത്തകൾ വിശദമായി. ന്യൂസ് 2201 ഉദ്ഘാടന കർമ്മം കേരള സാഹിത്യ അക്കാദമി ചെയർമാനും ചെറുകാടിന്റെ മകനുമായ ശ്രീ മോഹൻ മാസ്റ്റർ നിർവഹിച്ചു. അതിനുശേഷം സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകാടിന്റെ നമ്മൾ ഒന്ന് എന്ന നാടകം അവതരിപ്പിക്കുകയുണ്ടായി. മണലൂർ സ്കൂളിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു ദിവസമാണ്. നമ്മൾ ഈ സ്കൂളിലെ കുട്ടികൾ സ്വന്തമായി തയ്യാറാക്കുന്ന ഒരു ന്യൂസ് ചാനലിന്റെ ഉദ്ഘാടനം. ഈ ഉദ്ഘാടനം നടത്താൻ വേണ്ടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ മോഹൻ മാസ്റ്ററാണ്. ഈ സ്കൂളിലെല്ലാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 5 മുതൽ 10 വരെ ക്ലാസ്സിലെ കുട്ടികളെ അവരെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി ഓരോ ഗ്രൂപ്പിനും ചില പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ചില പ്രവർത്തനങ്ങൾ നൽകി അവരുണ്ടാക്കുന്ന ചില ഉൽപ്പന്നം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ മികവാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ ന്യൂസ് ചാനൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുട്ടികളെ ആകെ 7 ഗ്രൂപ്പുകളായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ ന്യൂസ് ചാനലിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, ഈ സ്കൂളിലെ വളരെ ബഹുമാനികളായിട്ടുള്ള പൂർവ്വ അധ്യാപകരെ, നിലവിലുള്ള അധ്യാപകന്മാരെ, സഹോദരി സഹോദരിമാരെ, ഈ സ്കൂളിലെ ഒരു വിഭാഗം കുട്ടികൾ 10-25 കുട്ടികൾ മീഡിയ രംഗത്ത്, മാധ്യമ രംഗത്ത് തങ്ങളുടേതായിട്ടുള്ള ചില ശേഷികൾ പ്രകടിപ്പിക്കുന്നതിന് തെളിവായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു മീഡിയ ചാനലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ചാനൽ ഈ സ്കൂളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, ഈ സ്കൂളിലെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വാർത്തകളും അതോടൊപ്പം തന്നെ കാലിക പ്രാധാന്യമുള്ള മറ്റ് വാർത്തകളെല്ലാം ചേർത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുട്ടികൾ തന്നെ സ്വയം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു നല്ല മാധ്യമ പ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടികൾ നിർമ്മിച്ച ചാനൽ, ന്യൂസ് ചാനൽ എങ്ങനെയുണ്ട്, അതിൽ അവരെങ്ങനെയാണ് ആ ചാനൽ കൈകാര്യം ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഒരു വാർത്തയെ സമീപിക്കുന്നത്, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വാർത്തയെ സമീപിക്കുന്നതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരേ വാർത്ത തന്നെ രാവിലെ നിങ്ങൾ മനോരമയിൽ വായിക്കുന്നത്, മാതൃഭൂമിയിൽ വായിക്കുന്നത്, ദേശാഭിമാനിയിൽ വായിക്കുന്നത്, പല രീതിയിൽ ഒരേ വാർത്ത തന്നെ പല രീതിയിൽ പ്രത്യക്ഷമാണ്. 10 വാർത്താ ചാനലുകൾ ഉണ്ടെങ്കിൽ ആ 10 വാർത്താ ചാനലുകളിൽ ഒരേ വാർത്ത തന്നെ 10 രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ആശയം കരുത്താവുന്ന രീതിയിൽ പ്രാവർത്തികമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ ചാനൽ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി തയ്യാറാക്കുന്ന വാർത്താ ചാനലായ ന്യൂസ് 2018 വർഷം മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് നേട്ടങ്ങളുടെ വർഷമായിരുന്നു. സ്കൂൾ നേടിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും. ഹിന്ദി കവിതാ രചനയിൽ ജാനകി KS-ഉം ഹിന്ദി ഉപന്യാസ രചനയിൽ അദീന KS-ഉം A ഗ്രേഡോട് കൂടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി.
കാർട്ടൂൺ രചനയിൽ ജീവൻ കെ സുരേഷിന് എ ഗ്രേഡോട് 2ാം സ്ഥാനം ലഭിച്ചു. റവന്യൂ കലോത്സവത്തിൽ ഹിന്ദി ഉപന്യാസത്തിന് അദീന KS എ ഗ്രേഡോടെ 2ാം സ്ഥാനവും ജാനകി KS എ ഗ്രേഡും കരസ്ഥമാക്കി. അന്തിക്കാട് BRCയിൽ വെച്ച് നവകേരള നിർമ്മിതി കുട്ടികളുടെ ഭാവനയിൽ എന്ന വിഷയത്തിൽ നടന്ന ഉപന്യാസ മത്സരത്തിൽ 9ാം ക്ലാസ്സിലെ ബദ്രിനാഥ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഓളരി ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടന്ന വിദ്യാരംഗം ശില്പശാലയിൽ പങ്കെടുത്തവരിൽ നിന്ന് നമ്മുടെ സ്കൂളിലെ മനീഷ TM കവിതയിൽ 1ാം സ്ഥാനം നേടി ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ തല അക്ഷരമുറ്റം പരീക്ഷയിൽ HSൽ നിന്നും കൃഷ്ണദാസും ജാനകിയും UPയിൽ നിന്ന് ലക്ഷ്മിയും ശ്രീപാർവതിയും യഥാക്രമം 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കി. ഹരിതോത്സവത്തിന്റെ ഭാഗമായി ഒക്ടോബർ 16-ന് ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ അമ്മമാർക്കായി ഫുഡ് ഫെസ്റ്റ് നടത്തി. പോഷകസമൃദ്ധമായ 4 മണി പലഹാരം എന്നതായിരുന്നു വിഷയം. ആൽവിൻ ആൻഡോ, അമൽ ആൻഡോ എന്നിവരുടെ അമ്മയായ നിസ 1ാം സ്ഥാനവും അനിറ്റയുടെ അമ്മയായ സിജി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. നല്ല ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് തല സ്കിറ്റ് നടത്തി. 6-9 B ക്ലാസുകൾ 1ാം സ്ഥാനവും 7-8 B ക്ലാസുകൾ 2ാം സ്ഥാനവും നേടി. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചു. കുട്ടികൾ ഒത്തുചേർന്ന് പുൽക്കൂടുണ്ടാക്കി, കരോൾ ഗാനങ്ങൾ പാടി, കേക്ക് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ സച്ചിദാനന്ദൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. അപ്പോൾ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ തന്നെ ഇതിനുവേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ച നിങ്ങളെ ക്ലാസ് ടീച്ചർക്കും വളരെ നല്ല രീതിയിൽ ഈ ചടങ്ങ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത എല്ലാവർക്കും ഈ നല്ല രീതിയിലൊരു ആശംസ നേരുന്നു. സമൂഹത്തിലെ ഒക്കെ തന്നെ നന്മ പരത്തുന്ന കുട്ടികളായി നിങ്ങൾക്ക് വളരെ കഴിയട്ടെ ഈ ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് നമുക്ക് മുയലാം പദ്ധതിയിലെ കാർഷിക കൂട്ടായ്മയായ കൃഷിവിജ്ഞാന്റെ നേതൃത്വത്തിൽ വളർത്തിയെടുത്ത പച്ചക്കറി തോട്ടത്തിൽ വിളവെടുപ്പ് നടത്തി. പ്രധാന അധ്യാപകൻ ശ്രീ പ്രേമരാജൻ സാർ നേതൃത്വം നൽകിയ ചടങ്ങിൽ കുട്ടികൾ ശേഖരിച്ച പച്ചക്കറികൾ സ്കൂളിന്റെ പാചകത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി മിനി റോയ്ക്ക് കൈമാറി. തദവസരത്തിൽ വിഷമുക്ത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രീ പ്രേമരാജൻ സാർ വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2018-19 ഭാഗമായി സ്കൂൾ പശ്ചാത്തല സൗകര്യ വികസനത്തിനു വേണ്ടി സ്കൂളിന് 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്കൂൾ നവീകരണ പരിപാടിയുടെ പദ്ധതി രേഖ സമർപ്പിക്കാൻ സർക്കാർ കിറ്റ്കോയെ ചുമതലപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.